ഓളെ പേര് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ല. ഓളെ പേരും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, എന്റെ മോനെ ഇത് തുറക്കുമ്പോ എന്തൊക്കെ അല്ലാ കാര്യം ഞാൻ അൺഫോളോ ചെയ്യാൻ പോയി. അൺഫോളോ ചെയ്തോ, അൺഫോളോ ചെയ്തോ. എന്നാ പിന്നെ കാണണ്ടായിരുന്നു. റീഫ്രഷ് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. അങ്ങനെ ഇരുന്നിരുന്ന് അതും സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ തൊപ്പിയും ഫസിയും തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അവരുടെ റിലേഷൻ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഇടയ്ക്കൊക്കെ അവരെ പറ്റി നല്ലപോലെ ട്രോൾ വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അവരുടെ ലൈവൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കുറെ പേർക്കൊക്കെ അറിയാം. എനിക്ക് പറയുമ്പോൾ തന്നെ ചിരി വരുന്നത്. എന്നാൽ തന്നെയും ഞാൻ പറയുകയാണ്, അവരുടെ ബ്രേക്കപ്പിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ട് പറയുന്നതല്ല, വിഷമമുണ്ട്. നമ്മുടെ തൊപ്പിയുടെ അവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ തൊപ്പിയുടെ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമാണ്. ഭയങ്കര സങ്കടത്തിൽ, ഭയങ്കര എന്താ പറയാ, ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്ക് അതിന്റെ വേദന മനസ്സിലാവത്തില്ല. അത്രയധികം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചവർ തമ്മിൽ പിരിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാണ്. അങ്ങനെ എന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, ഇതൊക്കെ എങ്ങനെ എവിടെ വരെയും പോകും, നമുക്ക് കാണാമെന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. പറഞ്ഞു എന്തുവാലും അതും സംഭവിച്ചു ഗൈസ്. എന്താ പറയാ അല്ലെ. തൊപ്പിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ഇടുന്നുണ്ട് ഇവരെ ബ്രേക്കപ്പിനെ തുടർന്ന്. ഫസിയുടെ ചാനലിലാണെങ്കിലും തൊപ്പിയുടെ ചാനലിലാണെങ്കിലും, ഫസിയുടെ ചാനലിൽ പോയി തൊപ്പിയുടെ ആളുകളും തൊപ്പിയുടെ ചാനലിൽ പോയി ഫസിയുടെ ആളുകളും ഫാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റ് നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഫാൻ ഫൈറ്റ് നടത്തുമ്പോൾ അവരുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. കാരണം നമ്മളറിയാം, ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം അറിയാം, ആദ്യത്തേക്കുണ്ടായ സംഭവം. അതുപോലൊന്നും ഇനി ഒരാൾക്കും ഉണ്ടാവരുത്. എന്താ സൈബർ ആക്രമണം എന്നൊക്കെ പറയാം ചെറിയ രീതിയിൽ. എന്നാൽ തന്നെയും ഫസ്റ്റ് ഇതിനിടയ്ക്ക് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാം. അതിനു മുമ്പായിട്ട് നമുക്ക് തൊപ്പിയിട്ടൊരു വീഡിയോസ്, തൊപ്പിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയാം. ഞാൻ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ ലൈവ് ഇപ്പം ഞാൻ തമാശ, ഞാൻ ഇന്നലെ വെറുതെ പറഞ്ഞല്ല, ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും. ചാറ്റിൽ വന്നിട്ട് അത് സ്പാം ഇല്ലേ, ഇനി ഓളെ പേര് പോലും ഞാൻ പറയില്ല. ഇനി ഓളെ പേര് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓളെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തില്ല. ഓളെ പേരും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ്. ഓക്കെ, മൊത്തം കട്ട് ഓഫ് ആണ്. അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്പാം ചെയ്താൽ ഞാൻ എന്റെ ഒന്നാണ് സത്യം, ഞാൻ റേവ് നിർത്തിയിട്ട് പോകും. വെറുതെ മൂഡ് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ വന്ന് കേറിയിട്ട് 5 മിനിറ്റേ ആയിട്ടുള്ളൂ. വെറുതെ എന്റെ മൂഡ് കളഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോകും. അബു സാലിം ന്യൂ റീൽ നോക്കാം. അബു സാലിമിന്റെ ന്യൂ റീൽ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇതല്ലാണ്ട് കണ്ട് എന്റെ മോനെ ഇത് തുറക്കുമ്പോ അബു സാലിം എടുക്ക. അബു സാലിം ഇതൊന്നല്ല അബു സാലിമിന്റെ അക്കൗണ്ട്. അല്ലാ സാലിം ഇതെന്താണ് ഇൻസ്റ്റ തുറക്കുമ്പോ ഞാൻ ഇത് കാണേണ്ട വിചാരിക്കുമ്പോ നമുക്ക് ഏതാണ് അവസാനം ഒറിജിനൽ അക്കൗണ്ട്. കാര്യം ഞാൻ അൺഫോളോ ചെയ്യാൻ പോയി. അൺഫോളോ ചെയ്തോ. എന്നാ പിന്നെ കാണണ്ടായിരുന്നു. റീഫ്രഷ് അടിച്ചോട്ടെ, എനിക്ക് പേര് നോക്കട്ടെ. ഇതെന്താടാ റീഫ്രഷ് അടിച്ച് എടാ, പിന്നെ എന്താടാ ഞാൻ ഓക്കെ പോയി എടാ മുത്തേ, ഞാൻ സത്യം പറയില്ല, എന്റെ മൈൻഡ് പോയിപ്പിക്കരുത്. നിങ്ങൾ ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യം പറ, മൈൻഡ് പോയിപ്പിക്കരുത്. ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോവും. എന്റെ മൊത്തം മൂഡ് പോവും. ഇല്ല, എനിക്ക് മനസ്സിലായി. ആ റീല് ഞാൻ കണ്ട, എനിക്ക് കാണാൻ താല്പര്യമില്ല. ആ റീൽ എനിക്ക് കാണാൻ താല്പര്യമില്ല. ഓക്കെ, ഓളായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ, അവളെ കുറിച്ച് സംസാരിക്കണം, പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇത് ലാസ്റ്റ് ടൈം അതിനെ കുറിച്ച് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ബൈ. എന്താ പറയാ ഫസിയുടെ ഫേസ് പോലും നമ്മുടെ തൊപ്പിക്ക് കാണാൻ താല്പര്യമില്ലെന്നേ. ആ മുഖം അങ്ങോട്ട് വന്നപ്പോഴേ ഉണ്ടല്ലോ എടുത്ത് ഇതെനിക്ക് കാണണ്ട, ഞാൻ അൺഫോളോ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അൺഫോളോയും ചെയ്ത് എന്ത് ചെയ്യാന്ന് പറ. കാരണം അത്രയധികം വേദന ഉണ്ടായിട്ടുണ്ടാകും. അവർക്കിടയിൽ ഉണ്ടായ സംഭവം അല്ലെ അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയത്തില്ല. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ, അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഫസിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസിക്കും എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാവും. ഇനി ഇവർ തമ്മിലുള്ള പ്രശ്നം ഇവർക്കിടയിൽ ഒതുങ്ങി തീരുമോയെന്ന് അറിയത്തില്ല. എന്നാൽ തന്നെ എനിക്ക് ഒരുപാട് പേരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരുപാട് തമ്മിൽ പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരുപാട്
ഒരുപാട് ഇതാക്കി പിന്നെ ലാസ്റ്റ് അത് ബ്രേക്കപ്പ് ആയി തല്ലി പിരിയുമ്പോൾ പിന്നെ അതിനെ എടുത്തിട്ട് വേറെ ആളുകൾ എടുത്തിട്ട് ഭയങ്കരമായിട്ട് അലക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്കിടയിലുള്ള ലവ്, നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് സത്യമാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ സോഷ്യൽ മീഡിയയിലിട്ട് ചാർത്താതിരിക്കുക. അത് നിങ്ങളുടെ തന്നെ ഇടയിൽ ഇരുന്നോട്ടെ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓവറാക്കാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഓവറാക്കുന്നത്? ഓവറാക്കി തല്ലി പിരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതോർത്ത് കണ്ണീരൊഴിച്ച് പിന്നെ നാട്ടുകാരെയും ലോകരുടെയും എല്ലാവരുടെയും പഴി, അവരുടെ ഇരിക്കുന്ന കുത്തുവാക്കുകളും പിന്നെ ആവശ്യമില്ലാത്ത പേരുകൾ. ഇപ്പം ഫസി എന്തൊക്കെയാ പറയുന്നത്, വെടിയാണ്, അതാണ്, ഇതാണെന്ന് എന്തെല്ലാം രീതിയിലാണ് പറയുന്നതെന്ന് അറിയാമോ? ഈ ഫസീനെ ഇത്രയധികം വെറുക്കാനുള്ള കാരണം എന്തുവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാൽ തന്നെ ഫസിയുടെ ഒരു വീഡിയോസും കൂടെ നമുക്കൊന്ന് കാണാം. അത്രയും ബോറാണോ? ഞാൻ നല്ല ഭംഗിയല്ലേ കാണാം. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ജോൺസൺ പപ്പയുടെ അനിത മമ്മിയുടെ മോള് ഏതോ ഒരുത്തിനെയും കെട്ടി ഒരു ഐഡിയ ഇല്ലാത്ത വീട്ടിൽ ചെന്ന് ഡിപ്രഷൻ അടിച്ച് പിന്നെ ഡിവോഴ്സ് ആയി തിരിച്ചു വന്നാൽ എനിക്ക് സന്തോഷാവോ? പിന്നെ അപ്പൊ ഈ വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല. നോർമലായിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. എന്നാൽ തന്നെ ചിലപ്പം എന്താ പറയുക, ഇതിപ്പം ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് പുറത്ത് വന്നുകൊണ്ട് ഇതിപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനും കാരണമാകും. ഇതൊന്നും ആയിരിക്കത്തില്ല. കുട്ടി നോർമലായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇത്ര വലിയ സംഭവമായിട്ട് പറയാനായിട്ട് അതിനകത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു ടോക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ആണോ ഇനി ഇതിനുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ തന്നെയും ഫസിയോടാണെങ്കിലും ഫസിയുടെ ഫാൻസിനോടാണെങ്കിലും തൊപ്പിയുടെ ഫാൻസിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ തമ്മിൽ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തൊപ്പിയുടെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് ഫസിയെ ഇഷ്ടപ്പെടുന്നവർ വന്നിരുന്ന് തെറി അഭിഷേകം നടത്തുന്നു. അതുപോലെ തന്നെ ഫസിയുടെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് തൊപ്പിയെ ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് തെറി അഭിഷേകം നടത്തുന്നു. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മൾ ഈ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയും, പിന്നെ ചിലപ്പം സംസാരിച്ച് അവർ തമ്മിൽ ഒത്തുതീർപ്പായി വീണ്ടും സ്നേഹത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതും നമ്മൾ വെറുതെ അവരെ വായി വരുന്നതൊക്കെ പറയുന്നതൊക്കെ വേസ്റ്റ് ആയി പോകത്തുള്ളൂ. വേസ്റ്റ് ആവുന്ന മാത്രമല്ല, അത് പിന്നീട് നമുക്കും ഒരു വിഷമമാവും, അയ്യോ ഞാൻ ഇവരെ കുറിച്ചാണോ പറഞ്ഞതെന്ന് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാതിരിക്കുക. പിന്നെ ഇവരെ ഒന്നും നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ സ്ക്രീനിലൂടെയും കാണുന്നവരൊന്നും ആയിരിക്കത്തില്ല റിയൽ ആയിട്ടുള്ള അവരുടെ ലൈഫിൽ. ചിലപ്പം ഇപ്പം നമ്മുടെ തൊപ്പിനെ നോക്കുന്നൊരു യോയോ ടൈപ്പാണ് നമ്മുടെ തൊപ്പി. അതുപോലെ തന്നെ ഫസി അങ്ങനത്തെ അതിന് പറ്റിയ ഒരാളാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നവരുടെ ലൈഫിൽ അവർ ഇപ്പം വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നവരെ മാത്രമേ നമുക്കറിയത്തുള്ളൂ അവരുടെ ജീവിതം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരെങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്ക് അവരെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടത് വെച്ചിട്ട് ആരെയും വിലയിരുത്താതിരിക്കുക. ഓക്കെ, അപ്പം അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർപ്പാക്കാൻ പറ്റുമെങ്കിൽ തീർപ്പായി പോകട്ടെ. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതിനും വരെയും ബൈ.